ഈ സുരേഷ് ഗോപി ആരാ സാറേ? തൃശ്ശൂർ ചെന്ന് ഇപ്പൊ അന്വേഷിച്ചാൽ അറിയാം. അവിടെ പോയി ആദ്യം ഒന്ന് പിന്നെ ശുദ്ധീകരിക്കട്ടെ. സുരേഷ് ഗോപി ആരാണെന്ന് ഇയാൾക്ക് അണിഞ്ഞൂടെ? ഇയാൾക്ക് അണിഞ്ഞൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയിരുന്നു, ഇപ്പൊ അല്ല. മെമ്പർ ഓഫ് പാർലമെന്റ് MP ആണ് സുരേഷ് ഗോപി. ഇതൊക്കെ ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ചോദിക്കുക. ഇയാളാരാടോ? ഇയാളാരാ? നായന്മാരുടെ മൊത്തം മറ്റേ തലതൊട്ടപ്പനോ? മുതുക്ക് കിളവ, കടൽക്കിഴവ, സംസാരിക്കാൻ പോലും വയ്യല്ലോ. വെള്ളം അടിച്ചിട്ടോ അതോ പ്രായത്തിന്റെ ആണോ? ചാവാറായില്ലൂടെ മൂപ്പിന്ന് എണീറ്റ് പോടോ ആ കസേരന്ന്. കസേരയ്ക്ക് വരെ വെറുത്ത് അതിന്റെ മൂട്ടിൽ വേറെ ഇറങ്ങിയിരുന്നിരുന്നു. സുരേഷ് ഗോപി ആരാണെന്ന് അയാൾക്ക് അണിഞ്ഞു പോണ. എടാ, സുരേഷ് ഗോപിയെ പറയാൻ തനിക്കെന്ത് യോഗ്യത ഉണ്ടോ? എന്ത് യോഗ്യതയുണ്ടോ എനിക്ക് സുരേഷ് ഗോപിയെ പറയാനായിട്ട്? എടാ, തന്നെ കൊണ്ട് ആർക്കെങ്കിലും 10 പൈസയുടെ ഉപകാരമുണ്ടോ? ഏതെങ്കിലും ഒരു നായന്മാരുടെ വലിയ മറ്റേ തന്തയാന്നല്ലേ പറയുന്നത്? തന്നെ കൊണ്ട് സാധാരണക്കാരനായിട്ടുള്ള പാവപ്പെട്ട ഏതെങ്കിലും ഒരു നായർക്ക് 10 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? സുക്കു മാരൻ നായരെ ഉണ്ടോ? ആ മനുഷ്യനെ കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക്, ആയിരക്കണക്കിന് പാവങ്ങൾക്ക് ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അയാൾ ഒരുപാട് ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? അയാൾ പക്ഷെ അത് കൊട്ടിഘോഷിച്ചൊന്നും നടക്കുന്നില്ല. അത് MP ഫണ്ടിൽ നിന്നായാലും മറ്റേ കേന്ദ്ര ഫണ്ടിൽ നിന്നായാലും അയാളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നായാലും ഇഷ്ടംപോലെ അയാൾ സഹായിക്കുന്നുണ്ട് അർഹതപ്പെട്ടവരെ. താൻ ആരെ സഹായിച്ചിട്ടുണ്ടോ? തന്നെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? കടൽക്കിഴവ, മുതുക്ക് കിളവ, കുഴിയിലോട്ട് എടുക്കാറായി എന്നിട്ടും വന്നിരുന്നുണ്ട് ഇയാള് വലിയ മാടമ്പ്. ഇയാൾ ആരാന്നാ ഇയാളെ വിചാരം? പട്ടി വില പോലും ഇല്ലാതെ അന്തസ്സുള്ള ഒരു നായന്മാരും പോലും തന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? പിന്നെ കുറെ കുനിഞ്ഞു നിപ്പികൾ കാണും തന്നെ താങ്ങാനും താങ്ങാനൊക്കെ. അവന്മാരും ഒന്ന് കുനിഞ്ഞു നിൽക്കും. അല്ലാതെ മാനാഭിമാനം അന്തസ്സുള്ള ഒരു നായനും വന്ന് നിൽക്കൂല. ഇയാള് വലിയ ഡയലോഗ് ഓടിക്കുന്നു. നായന്മാർക്ക് വേണ്ടി ഇയാളങ്ങ് തൊലിച്ച് മറിച്ച് ഊളുപ്പില്ലാത്ത ചേറ്റ. എന്തോ തേങ്ങ ചെയ്തിട്ടുണ്ട് താൻ? ഒരു ചായയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ കോപ്പേ? താനും തന്റെ കുടുംബക്കാരും തന്റെ വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും രക്ഷപ്പെട്ടിട്ടുള്ളതല്ലാതെ ഈ നാട്ടിലെ പാവം പിടിച്ച ഏതെങ്കിലും ഒരു നായന് തന്നെ കൊണ്ട് 10 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഒരു ചായയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? നാറിച്ചറ്റെ. എന്നിട്ട് താൻ വന്നിരുന്നത് സുരേഷ് ഗോപിയെ താൻ പറയുന്നു. എടാ, ആ സുരേഷ് ഗോപിയുടെ കാല് കഴുകിയ വെള്ളം കുടിക്കണോ താൻ പോയിട്ട്? അന്തസ്സുണ്ട്. അതിനുള്ള യോഗ്യത ഉള്ളു തനിക്ക്. സുരേഷ് ഗോപിയുടെ കാല് കഴുകിയ വെള്ളം കുടിക്കേ പോയിട്ട്. ഊളുപ്പില്ലാത്ത വന്നിരുന്നുണ്ട് ചേലക്കാണ്. പലയിടത്തും പല ഇതുണ്ട്. തെരഞ്ഞെടുപ്പ്, എല്ലാത്തിലും തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്. 5 വർഷം കൂടുമ്പം 10 വർഷം കൂടുമ്പം അല്ലെങ്കിൽ ഈ എല്ലാ രീതിയിലുള്ള തിരഞ്ഞെടുപ്പുണ്ട്. ഈ NSSന്റെ ആസ്ഥാനത്ത് മാത്രം ഈ മുതുക്ക് കണ്ട കിളവനെ കെട്ടിയെടുക്കാനായിട്ട് ഇലക്ഷനും ഇല്ല, തെരഞ്ഞെടുപ്പും ഇല്ല, ഒരു കോപ്പും ഇല്ല. എല്ലാം ഇത് നടത്തിയിട്ട് കിളവനെയൊക്കെ പിടിച്ച് പുറത്ത് ഇതൊക്കെ താങ്ങാനും കുറെ എണ്ണം ഉണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് മാനാഭിമാനം അന്തസ്സുള്ള നായന്മാരെ പറയിപ്പിക്കാനായിട്ട് ഒരു ഊമ്പിയ നായന്മാരെയും കൊണ്ട് തന്നെ തന്തയ്ക്ക് വിളി കേൾക്കാനായിട്ടുള്ളൊരു എന്താ പറയാ, വാണ നായരാണ് താന്, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് കൊണാൻ തരുന്ന കൊണയടിക്കാതെ ഇറങ്ങിപ്പോയി വേറെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക. ഇനിയെങ്കിലും ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോ. സുരേഷ് ഗോപി ആരാന്നായ കണിഞ്ഞോടെയല്ല സുരേഷ് ഗോപിയെ പറയാൻ വന്നേക്കുന്നു. കൊടുക്കണ്ട മൊഴി.